എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലണ്ടനിലെ ഓവലിൽ നടക്കുന്ന ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 5ാം ടെസ്റ്റ് മത്സരത്തിന്റെ ആദ്യ ദിനം മഴ പലതവണ തടസ്സപ്പെടുത്തിയപ്പോഴും ക്രിക്കറ്റ് ലോകം ശ്വാസമടക്കി പിടിച്ചു കാത്തിരുന്നത് ഒരു ഉജ്ജ്വല തിരിച്ചുവരവിനാണ്. സായ് സുദർശന്റെയും കരുൺ നായരുടെയും ബാറ്റിംഗ് വെടിക്കെട്ടിൽ ഇന്ത്യൻ ഇന്നിംഗ്സ് തകർച്ചയിൽ നിന്ന് കരകയറിയപ്പോൾ ആരാധകരുടെ നെഞ്ചിടിപ്പ് കൂടി. മഴ മാറി നിന്നപ്പോൾ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ ഇംഗ്ലണ്ട് ബൌളർമാരെ കടന്നാക്രമിച്ച ആവേശകരമായ നിമിഷങ്ങൾക്കാണ് ഇന്ന് ലണ്ടൻ സാക്ഷ്യം വഹിച്ചത്. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 5 മത്സരങ്ങളടങ്ങിയ ടെസ്റ്റ് പരമ്പരയിലെ അവസാനത്തേതും നിർണായകവുമായ പോരാട്ടത്തിനാണ് ഇന്ന് ഓവലിൽ തിരിതെളിഞ്ഞത്. പരമ്പരയിൽ 2-1 ഇംഗ്ലണ്ട് മുന്നിട്ട് നിൽക്കുന്നതിനാൽ ഗില്ലിനും സംഘത്തിനും ഈ മത്സരം ജീവൻ മരണ പോരാട്ടമാണ്. പരമ്പര സമനിലയിലാക്കാൻ ഈ വിജയം അനിവാര്യമാണ്. ഓവൽ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് നായകൻ ഓലി പോപ്പ് അപ്രതീക്ഷിതമായി ആദ്യം ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ത്യൻ ഓപ്പണർമാരായ യശസ്വി ജയ്സ്വാളും KL രാഹുലും ഇന്നിംഗ്സ് ആരംഭിച്ചെങ്കിലും ഇംഗ്ലണ്ട് ബൌളർമാർ തുടക്കത്തിൽ തന്നെ ഞെട്ടിച്ചു. ആദ്യ ഓവറിൽ തന്നെ ഗസ് അറ്റ്കിൻസൺ യശസ്വി ജയ്സ്വാളിനെ 2 റൺസിൽ നിൽക്കെ LBWയിൽ കുടുക്കി ഇന്ത്യയ്ക്ക് ആദ്യ പ്രഹരം ഏൽപ്പിച്ചു. തുടർന്ന് KL രാഹുൽ സായ് സുദർശനൊപ്പം ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും ക്രിസ് വോക്സിന്റെ മാന്ത്രിക പന്തിൽ രാഹുൽ ബൌൾഡായി മടങ്ങി. 14 റൺസെടുത്താണ് രാഹുൽ മടങ്ങിയത്. ഇതോടെ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 38 റൺസ് എന്ന നിലയിലായി. ഇന്ത്യയുടെ നെഞ്ചിടിപ്പേറ്റിയ നിമിഷങ്ങളായിരുന്നു അത്. തുടർന്ന് ക്രീസിലെത്തിയ നായകൻ ശുഭ്മാൻ ഗിൽ സായ് സുദർശനൊപ്പം ചേർന്ന് ഇംഗ്ലണ്ട് ബൌളർമാരെ പ്രതിരോധിച്ചു. ഇരുവരും ശ്രദ്ധാപൂർവ്വം ബാറ്റ് ചെയ്തതോടെ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 72 റൺസിലെത്തി. എന്നാൽ അപ്രതീക്ഷിതമായി മഴയെത്തുകയും നേരത്തെ ലഞ്ച് എടുക്കുകയും ചെയ്തു. മഴ ഇന്ത്യയുടെ താളം തെറ്റിക്കുമോ എന്ന ആരാധകർ ആശങ്കപ്പെട്ടു. ലഞ്ചിന് ശേഷം കളി പുനരാരംഭിച്ചെങ്കിലും 28ാം ഓവറിൽ ഇന്ത്യയ്ക്ക് വലിയൊരു തിരിച്ചടി നേരിട്ടു. 21 റൺസെടുത്ത് മികച്ച താളത്തിലായിരുന്ന ശുഭ്മാൻ ഗിൽ നിർഭാഗ്യകരമായി റണ്ണൌട്ടായി. ഗില്ലിന്റെ വിക്കറ്റ് ഇന്ത്യയ്ക്ക് വലിയ ആഘാതമായിരുന്നു. ഇതോടെ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 83 റൺസിലെത്തിക്കെ മഴ വീണ്ടും കളി തടസ്സപ്പെടുത്തി. ഈ ഘട്ടത്തിൽ ഇന്ത്യയുടെ ആദ്യ ദിനം മഴയും വിക്കറ്റ് നഷ്ടവും കാരണം മോശമാകുമോ എന്ന് എല്ലാവരും ഭയന്നു. എന്നാൽ മഴ മാറി കളി പുനരാരംഭിച്ചതോടെ സായ് സുദർശനും കരുൺ നായരും ചേർന്ന് ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു കൊടുങ്കാറ്റഴിച്ചുവിട്ടു. 28 റൺസെടുത്ത് ക്രീസിലുണ്ടായിരുന്ന സായ് സുദർശൻ മഴയ്ക്ക് ശേഷം ഗസ് അറ്റ്കിൻസനെയും ക്രിസ് വോക്സിനെയും കടന്നാക്രമിച്ചു. അദ്ദേഹത്തിന്റെ ഡ്രൈവുകളും കവർ ഷോട്ടുകളും കാണികളെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു. മറുവശത്ത് തുടക്കത്തിൽ റൺസ് കണ്ടെത്താൻ വിഷമിച്ച കരുൺ നായർ പതിയെ താളം കണ്ടെത്തുകയും പിന്നീട് ആഞ്ഞടിക്കുകയും ചെയ്തു. ജോഷ് ടങ്കിന്റെ ഒരു ഓവറിൽ തുടർച്ചയായി 2 ബൗണ്ടറികൾ നേടി നായർ സ്കോർ അതിവേഗം ഉയർത്താൻ ശ്രമിച്ചെങ്കിലും 38 റൺസിൽ നിൽക്കെ സായ് സുദർശനും മടങ്ങേണ്ടി വന്നു. പിന്നീടെത്തിയ ജഡേജയ്ക്കും ക്രീസിൽ അധികം ആയുസ്സുണ്ടായില്ല. ശേഷമെത്തിയ ധ്രുവ് ജുരേലും കരുൺ നായരും ചേർന്ന മത്സരത്തെ അതിന്റെ യഥാർത്ഥ ശൈലിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇരുവരും മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. എന്നാൽ ക്രീസിൽ നിലയുറപ്പിച്ച ജുരേലിന് താളം കണ്ടെത്തുന്നതിന് മുന്നേ തന്നെ LBയിൽ കുടുങ്ങി മടങ്ങേണ്ടി വരികയായിരുന്നു. പിന്നീടെത്തിയത് സുന്ദരാണ്. യുവതാരങ്ങളിൽ നിന്ന് ടെസ്റ്റ് ക്രിക്കറ്റിൽ പ്രതീക്ഷിക്കുന്ന ആത്മവിശ്വാസം എല്ലാ താരങ്ങളുടെയും ബാറ്റിംഗിൽ പ്രകടമായിരുന്നു. ദിവസത്തിന്റെ തുടക്കത്തിൽ അപകടകാരികളായിരുന്ന ഗസ് അറ്റ്കിൻസണും ക്രിസ് വോക്സും പിന്നീട് ക്ഷീണിതരും സമ്മർദ്ദത്തിലുമായി. ജോ റൂട്ടിന്റെ സ്പിൻ ബൌളിംഗിനെയും ഇരുവരും അനായാസം നേരിടുകയും ഒരവസരത്തിൽ മിഡ് വിക്കറ്റിലേക്ക് മനോഹരമായൊരു ബൗണ്ടറി നേടുകയും ചെയ്തു. ഇന്ത്യ വലിയ സ്കോറിലേക്ക് നീങ്ങവേ ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 6 വിക്കറ്റ് നഷ്ടത്തിൽ 200 റൺസിനടുത്ത് എന്ന നിലയിലായിരുന്നു. ദിവസത്തിന്റെ അവസാന സെഷനിൽ ഇന്ത്യ മികച്ച തിരിച്ചുവരവ് നടത്തിയപ്പോൾ ഇംഗ്ലണ്ട് ബൌളർമാർ നിരാശരായി മടങ്ങി. നാളെ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങളുടെ പ്രവചനം എന്താണ്? ഇന്ന് മഴ പലതവണ കളി തടസ്സപ്പെടുത്തുമെങ്കിലും കാലാവസ്ഥ തെളിഞ്ഞപ്പോൾ ഇന്ത്യൻ താരങ്ങൾ ചേർന്ന് ഇംഗ്ലണ്ട് ബൌളർമാർക്ക് ആധിപത്യം സ്ഥാപിക്കുകയായിരുന്നു. മറുവശത്ത് ഇംഗ്ലണ്ടിന് അടുത്ത ദിവസം തന്നെ വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യയെ ചെറിയ സ്കോറിൽ ഒതുക്കേണ്ടത് അത്യാവശ്യമാണ്. ഗസ് അറ്റ്കിൻസണും ക്രിസ് വോക്സും അടുത്ത ദിവസം വീണ്ടും കടുത്ത വെല്ലുവിളി ഉയർത്താൻ ശ്രമിക്കുക തന്നെ ചെയ്യും. ഈ ടെസ്റ്റ് വിജയിച്ച പരമ്പര 2-2 സമനിലയിലാക്കാൻ ഇന്ത്യക്ക് സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ പങ്കുവെക്കുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.